कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे. എന്റെ വീടിന്റെ അവിടെയാണ് കേട്ടോ ഈ ഒരു സംഭവം. ആനാപ്പുഴ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മുടെ ഈ ഒരു ഭാഗവത സപ്താഹം നടക്കുന്നത്. 3-4 ദിവസമായി ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ്. രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞൊരു ദിവസമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടും ഒരു കൗതുകം ആയതുകൊണ്ട് തന്നെ ഞാനും അന്നത്തെ ദിവസം ആ ഒരു സമയത്ത് എത്തിയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കടയിൽ നിന്ന് സുക്രൂനയും എടുത്തുങ്ങാട്ട് വേഗം തന്നെ എത്തിയതാണ്. 4 മണി 4:30 ഈ ഒരു ചടങ്ങ് നടക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ദീപാരാധനക്ക് ശേഷമാണ് നടക്കുന്നതെന്ന് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറേ നേരം ലാഗടിച്ചിരിക്കണമല്ലോ എന്നിങ്ങനെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഒരു തരത്തിലും ഒരു ബോറടി നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു സപ്താഹത്തിൽ നമ്മൾ ശരിക്കും മുഴുകി പോയെന്ന് തന്നെ പറയാം. ഇവിടെ ഈ ഒരു ദിവസം വരാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യാണെന്ന് മനസ്സിലായത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ശരിക്കും ആ ഒരു ദ്വാരകയിലെ കൃഷ്ണനെയും രുക്മിണിനെയും അവരുടെ സ്വയംവരത്തെയും നമ്മൾ കണ്ണി കണ്ട പോലെ ആയിരുന്നു കേട്ടോ ആ ഒരു ആചാര്യന്റെ ഒരു ഇങ്ങനെ നാമവും എല്ലാ കാര്യങ്ങളും എല്ലാതും. അപ്പൊ ദേ നമ്മുടെ രുക്മിണി വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ രുക്മിണിയായിട്ട് വേഷം ധരിച്ചിരുന്നത്. അപ്പോൾ എന്താണ് ഇവർ കാണിക്കുന്നതെന്നൊന്നും എനിക്ക് വലിയ ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. നമ്മള് രാമായണം അറിയാം, അതേപോലെ തന്നെ മഹാഭാരതവും കുറച്ചൊക്കെ അറിയാം. അതും സീരിയൽ കണ്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക്. അല്ലാതെ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്തൊക്കെയോ ഒരു ചടങ്ങാണ് ഇവിടെ നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതെനിക്ക് എന്താണിതെന്ന് ഒന്ന് അറിയാനായിട്ട് ഭയങ്കര ഒരു ടെൻഡൻസി വന്നിട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആരോടെങ്കിലും ചോദിക്കാം, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പൊ ഈ കൃഷ്ണനെ നമ്മുടെ രുക്മിണിയുടെ അടുത്തേക്ക് കൊണ്ടുവരാണ്. ശരിക്കും നമ്മള് ആ ഒരു ദ്വാരകയില് രുക്മിണി സ്വയംവരം നടക്കുന്നതായിട്ട് നമ്മുടെ ഒരു കണ്ണില് കാണുന്ന പോലെ ആയിരുന്നു കേട്ടോ അവിടുത്തെ ചടങ്ങുകളെല്ലാനും. അത്രക്ക് അതിമനോഹരമായിരുന്നു ആ ഒരു കൃഷ്ണന്റെയും രുക്മിണിയുടെയും വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നു രണ്ടുപേരെയും കാണാനായിട്ട്. എന്നിട്ട് കൃഷ്ണനെ ഏറ്റുവാങ്ങിയതിന് ശേഷം രുക്മിണിയും തോഴിയും അതേപോലെ തന്നെ അവിടെയുള്ള പരിവാരങ്ങളും നമ്മുടെ അമ്പലം മുഴുവൻ ഇങ്ങനെ ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ആ ഒരു മണ്ഡപത്തിൽ ഇരുന്നപ്പോഴാണ് ഇതിന്റെ ഒരു കഥ എനിക്ക് മനസ്സിലായത്. അതായത് വിദർഭയിലാണ് നമ്മുടെ രുക്മിണി ജീവിച്ചിരുന്നത്. രുക്മിണിക്ക് പണ്ട് തുടങ്ങി കൃഷ്ണന്റെ ഇങ്ങനെ കുറേ കാര്യങ്ങളും കൃഷ്ണൻ ആരാണ് എന്തെന്നൊക്കെ നാരദൻ വഴി രുക്മിണിക്ക് അറിയാം എന്നാണ് ആചാര്യൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ അറിഞ്ഞ് നമ്മുടെ കൃഷ്ണനോട് രുക്മിണിക്ക് ഒരു പ്രണയം തോന്നുവാണ്. അപ്പൊ രുക്മിണിയുടെ സഹോദരനും അച്ഛനൊന്നും ഇതിന് സമ്മതിച്ചിരുന്നില്ല. നമ്മുടെ ഒരു ശിശുപാലൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളായിട്ട് രുക്മിണിയുടെ കല്യാണം ഉറപ്പിക്കുകയും അന്നേ ദിവസം ഒരു ബ്രാഹ്മണനോട് രുക്മിണി പറയാണ്, എന്താണ്, എനിക്ക് കൃഷ്ണനെ എൻ്റെ കൈ കൃഷ്ണൻ പിടിച്ചില്ലെങ്കിൽ ഞാന് മറ്റൊരാളെ കൊണ്ടും ആ കൈ പിടിപ്പിക്കില്ല, അവിടെ ജീവത്യാഗം ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാണ്. അപ്പൊ ഈ ബ്രാഹ്മണൻ ചെന്ന് ദ്വാരകയിൽ എത്തിയതിനു ശേഷം കൃഷ്ണനോട് പറയാണ് രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃഷ്ണൻ എല്ലാ കാര്യങ്ങളും അറിയാലോ, കൃഷ്ണൻ ഒരു പുതുമയും തോന്നിയില്ല. അപ്പൊ കൃഷ്ണൻ ബ്രാഹ്മണനെയും കൂട്ടി നമ്മുടെ വിദർഭയിലേക്ക് വന്ന് രുക്മിണിനെ സ്വയംവരം ചെയ്യുകയാണ് ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആചാര്യൻ നമുക്ക് ഈ ഒരു കഥയൊക്കെ പറഞ്ഞു. ഞാനിപ്പോ പറഞ്ഞ കഥ ഈ ആചാര്യൻ ഇപ്പൊ എനിക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാരണം അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കുറെ ഡീറ്റെയിലിംഗ് ഉണ്ട്, അത് ഫുള്ള് ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് ഇതിൽ പറയാൻ പറ്റില്ല. അപ്പോ നമ്മുടെ കല്യാണ ദിവസം രുക്മിണി തോഴീനായിട്ട് പാർവതിയുടെ അമ്പലത്തിൽ ചെല്ലും. അതിനുശേഷം വരുമ്പോൾ ആരും അറിയാതെ തന്നെ, അതായത് രാക്ഷസ വിധിപ്രകാരം എന്ന് പറയുന്നത് ആരെങ്കിലും എതിർക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എതിർത്തതിന് ശേഷം എന്താണോ നേടിയെടുക്കാവുന്ന അത് നേടിയെടുക്കാം എന്നുള്ള ഒരു രാക്ഷസ വിധിപ്രകാരം രുക്മിണിനെ സ്വീകരിക്കാം എന്നായിരുന്നു
കൃഷ്ണൻ വിചാരിച്ചിരുന്നത്. അപ്പൊ അതേ നമ്മുടെ അമ്പലത്തിൽ വനദുർഗ ഉണ്ടായിരുന്നു. അതായത് പാർവതി ദേവി തന്നെയാണ് വനദുർഗ. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് രുക്മിണി കൃഷ്ണനെ ഏറ്റുവാങ്ങിയ ആ ഒരു ചടങ്ങ് കണ്ടില്ലേ, അത് ആ ഒരു അമ്പലത്തിൽ നിന്നിട്ടായിരുന്നു. അത് ശരിക്കും പുരാണങ്ങളിൽ അങ്ങനെയായിരുന്നു. വനദുർഗ അല്ല, പാർവതി ദേവിയെ തൊഴുതതിന് ശേഷം മടങ്ങി വരുമ്പോൾ ആണ് രുക്മിണിയുടെ കൈ കൃഷ്ണൻ പിടിച്ചിട്ട് പിന്നെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി സ്വയംവരം നടത്തുന്നതെന്നാണ് ഐതിഹ്യം. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ചെയ്തതാണത്. പിന്നെ ഇവിടത്തെ ആ ഒരു കല്യാണം നടക്കുന്നത് ദ്വാരകയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ വിദർഭയിൽ വെച്ചിട്ടാണ് കൈ പിടിക്കുന്നതെങ്കിലും ദ്വാരകയിൽ വെച്ചിട്ടാണ് അവിടെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഞാനൊരു ഷോർട്സ് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ, ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. സ്വയംവരം എന്ന് പറയുന്നത് സ്വയം വരിക്കുക, സ്വന്തം വരനെ നമ്മ തന്നെ കണ്ടെത്താന്നുള്ളതാണ് ഇത്. അങ്ങനെ അത് രുക്മിണി ശരിക്കും കൃഷ്ണനെ കണ്ടെത്തിയതാണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഐതിഹ്യം കിടക്കുന്നത്. അപ്പോ എനിക്കിവിടെ ഇരുന്നിട്ട് ശരിക്കും എണീക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രക്ക് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു സപ്താഹം എന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മ എല്ലാവരും വീട്ടിലോട്ട് പോയിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.